അങ്ങനെ എന്താ വീണ്ടും എയറിൽ കയറിയിരിക്കുകയാണ് കേട്ടോ ഡോക്ടർ റോബിന്. ഇടയ്ക്കൊന്ന് എയറിൽ കയറും, അതാണ് റോബിൻ്റെ പ്രത്യേകത. ഇതിനിടയിൽ ഇലക്ഷൻ്റെ പ്രചരണമായിട്ട് ഒരുപാട് എയർലൈനിലായിരുന്നു. അപ്പോൾ ഒന്ന് കുറച്ചൊന്നായിട്ട് താഴെ ഇറങ്ങിയിട്ടുള്ളൂ. ഇതാ വീണ്ടും കയറി. പിന്നെ PSC റാങ്ക് ലിസ്റ്റിൻ്റെ അനുബന്ധിച്ചുള്ള ഒരു ഇതിൽ എയർലൈനും ഏതായാലും എയറിൽ കയറിയിട്ട് ഇറങ്ങാനുള്ളൊരു അവസരം റോബിനാരും കൊടുക്കണില്ല ഗൈസ്. അതാണ് എനിക്ക് തോന്നുന്നത്. എനിവേ എന്തായാലും വിഷയത്തിലേക്ക് വരാം. പിന്നെ എന്താണ് റോബിൻ്റെ പ്രശ്നം എന്നല്ലേ? റോബിനെ ആരാണ് എയറിൽ കയറ്റിയിരിക്കുന്നത് ഈ പ്രാവശ്യം? ഇത് ലക്ഷ്മിയാണ് ഗൈസ്. ബിഗ് ബോസിൽ 2 പേരുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ഒരു പ്രാവശ്യം ഒരാൾ, കഴിഞ്ഞ പ്രാവശ്യം വീതലക്ഷ്മി കൂടി ഉണ്ടായിരുന്നു. എനിവേ അന്നും ഒരുപാട് എയറിലായിരുന്നു വീതലക്ഷ്മി. ഉള്ളത് നൂറക്കും അതിലക്കും എതിരുള്ള സ്റ്റേറ്റ്മെൻറ്റിനോട് ഒരുപാട് ആൾക്കാർ വിയോജിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. എനിവേ ഏതായാലും അവരുടെ പക്ഷം. പിന്നെ ഇപ്രാവശ്യം ക്യാഷിൻ്റെ കാര്യത്തിലാണ് കേട്ടോ എയറിൽ കയറ്റിയിരിക്കുന്നത്. എന്താണ് റോബിൻ, താങ്കൾ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു ന്യായം? താങ്കൾ വാങ്ങിച്ചിട്ടില്ലെന്ന് പറയണേ. വാങ്ങിക്കാതെ എന്താ പറയുക, വാങ്ങിക്കാതെ ഒരാൾ വാങ്ങിച്ചെന്നൊക്കെ പറയൂ. എനിക്കറിയില്ല കേട്ടോ, ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെയാണ്, പറയാൻ പറ്റൂല. എന്തായാലും രണ്ടാളെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുള്ള ഇന്ന് ഡോക്ടർ റോബിന് പ്രസ് മീറ്റൊക്കെ നടത്തിയിരുന്നു. അതിലൊരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാന്ന് വിചാരിക്കണം. എന്തായാലും റോബിൻ പറയും, അതിനുള്ള മറുപടി ആയിട്ട് ലക്ഷ്മി പറയും എന്നുള്ളതാണ് കേട്ടോ സത്യം. എന്തായാലും കുറച്ച് ക്ലിപ്പുകൾ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. ഇന്നത്തെ എൻ്റെ ഒരു സൺഡേ തുടങ്ങിയത് ഈ ഒരു സ്റ്റോറിയും അതിൻ്റെ പേരിലുള്ള എനിക്ക് വന്ന DMും മെസ്സേജസും വെച്ചാണ്. സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റ് ചോറ മെസ്സേജസ്. ഇതെന്താണ്, നാളെ രാവിലെ ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കും പാലാരിവട്ടം സ്റ്റേഷനിലെത്തണം. പരാതി കൊടുത്തിരിക്കുന്നത് റോബിൻ. എനിക്ക് റോബിനോട് പറയാനുള്ളത്, റോബിൻ എനിക്ക് നാളെ ജോലിയുണ്ട്. നിന്നെപ്പോലെ ഞാൻ വെറുതെ ഇരിക്കുമല്ല, വിളിക്കുമ്പോൾ ഉടനെ സ്റ്റേഷനിലോട്ട് വരാൻ. രാവിലെയും ഉച്ച കഴിഞ്ഞിട്ടും ഒക്കെ വർക്കുണ്ട്. അപ്പോൾ ഇത് എനിക്ക് അവരുടെ അടുത്ത് ധരിപ്പിക്കാനുള്ളവരോട് ഞാൻ ധരിപ്പിച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് സൗകര്യമുള്ള സമയത്ത് ഞാൻ അവിടെ വന്ന് എൻ്റെ സൈഡ് കംപ്ലീറ്റ്ലി ഉള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം. അതവിടെ നിൽക്കട്ടെ. പിന്നെ ചെറിയൊരു ഓലപ്പടക്കം കണ്ടപ്പോഴത്തേക്കുമാണ് നീ ഇത്രയും കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ശരിക്കുള്ള തൃശ്ശൂർ പൂരം അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്കും എന്തായിരിക്കും നിൻ്റെ അവസ്ഥ? നീ ചെയ്യാൻ പറ്റുന്ന എല്ലാം കൂടെ അങ്ങോട്ട് ചെയ്യ്. നിൻ്റെ മാനിപ്പുലേറ്റഡ് സ്റ്റോറീസോ അല്ലെങ്കിൽ ബന്ധങ്ങളോ ചെയ്യാൻ പറ്റുന്ന എല്ലാം വെല്ലുവിളിക്കാൻ തന്നെ വെച്ചു. നീ ചെയ്തോ. നീ എവിടെ നിർത്തുന്നോ അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഒന്നുകൂടെ പറയാം റോബിൻ, നീ എവിടെ നിർത്തുന്നോ അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഇത് വെറുതെ പറയുന്നതല്ല, കുറേ നാൾ വെയിറ്റ് ചെയ്തു. പക്ഷേ എങ്ങനെ ചെയ്തിട്ടും ലീഗലി തന്നെ പോകാൻ ഉദ്ദേശിച്ചിട്ടും. പിന്നെ നിന്നോട് എനിക്ക് സഹതാപം തോന്നുന്നൊരു കാര്യം, ഒരു സൈബർ കൊട്ടേഷനൊക്കെ നീ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കറങ്ങിത്തിരിഞ്ഞ് നിനക്ക് തന്നെ ഇപ്പോൾ വിനയായി വന്നിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ ഓർമ്മ വരുന്നതെന്ന് പറയട്ടെ. ഈ പണ്ട് ഈ മുട്ടനാടുകളെ തമ്മിലിടിപ്പിച്ചിട്ട് ചോര കുടിക്കാൻ നിൽക്കുന്ന കുറുക്കൻ്റെ കഥയില്ലേ, അതൊക്കെ പണ്ട്. ഇത് 2026. മുട്ടനാടുകളെ തന്നെ ഒന്നും ആലോചിച്ചിട്ടും കണ്ടേ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഇടയ്ക്ക് നിന്നിട്ട് ഇടി കൊള്ളാൻ പോകുന്നത് നിനക്കാ. നീ എന്തൊക്കെ ചെയ്താലും ഇതിനകത്ത് നിനക്കിനി രക്ഷപ്പെടാൻ പറ്റത്തില്ല. സോ വെയിറ്റ് ആൻഡ് വാച്ച്. ഇതിനി ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ഈ മേടിച്ച പൈസയൊക്കെ തിരിച്ച് കൊടുക്കും റോബിൻ, എന്നിട്ട് സംസാരിക്കുക. അതാണ് അതിൻ്റെ ഒരു ശരി. ഓക്കെ, അപ്പോൾ സ്നേഹം പരക്കട്ടെ, സ്നേഹം നന്നായിട്ട് അങ്ങോട്ട് പരക്കട്ടെ. ബൈ. നമുക്ക് റോബിൻ്റെ കുറച്ച് മറുപടികൾ കേട്ടാലോ? ഇത് കാണുന്ന വിവരം ബോധവും വിദ്യാഭ്യാസവും ഉള്ള മലയാളികളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഇനി അവർ ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾ എക്സോർഷൻ എന്താ ബ്രോ പറഞ്ഞ വേർഡ് എന്താ? എക്സോർഷനാണ്. എക്സോർഷൻ ആണോ നടക്കുന്നത് ആ പുള്ളിക്കാരൻ പറഞ്ഞ കണക്ക്? ഓക്കെ, അല്ല അപ്പൊ ഇങ്ങനെയുള്ള ട്രാപ്പുകൾ അപ്പൊ അവർ വേറെ ചെയ്യുന്നുണ്ടോ? ഞാൻ ആലോചിക്കുകയാണ് ഇവരെ പറയാൻ ഒന്ന് പോണേ. പിന്നെ ഈ പറഞ്ഞ അബിൽദേവിനെയും വേദലക്ഷ്മിനെയും കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാം ശ്രദ്ധിച്ചോ. നിങ്ങളുടെ മുന്നിലുള്ള ഒരു ജീവിക്കുന്ന എക്സാമ്പിൾ ആണ് ഞാൻ. മതിയായി എന്റെ ദൈവം, എനിക്കിനി ആരും വേണ്ട, ഫ്രണ്ട്സ് ഒന്നും വേണ്ട. ഈ ഒറ്റ എന്റെ തന്നെ ഇതേപോലെ വോയിസ് എടുത്തിട്ട് നിങ്ങളെ കൂടെയൊക്കെ നിങ്ങൾ ആരുടെ എന്തൊക്കെ സംസാരിച്ചാണ് ഈ അബിൽദേവന്റെ അടുത്ത് വേദലക്ഷ്മി എടുത്തു എല്ലാം എടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തരും യുവമാരായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാത്തിനും പണി കിട്ടും. നിങ്ങൾ സൂക്ഷിച്ചോ, അത്രേ ഉള്ളൂ. തുറക്കാൻ വയ്യ. രണ്ടാൾ എയർലൈനെ കൊണ്ട് അങ്ങോട്ട് പറയാം ഇങ്ങോട്ട് പറയാന്നുള്ള ഒരു രീതിയിലാണ്. എന്തായാലും ഇതിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഏതായാലും അവരെന്നെ പുറത്ത് വിടുന്നുള്ളതാണ്. എന്തായാലും സത്യം ജയിക്കുള്ളൂ. എന്ത് മറ ചെയ്താലും അങ്ങോട്ടും ഇങ്ങോട്ട് കുറ്റപ്പെടുത്തിയാലും സത്യം ആരുടെ ഭാഗത്താണ് ഓരോ ജയിക്കുള്ളൂ. അതാണ് സത്യത്തിന്, കളവിനേ കാലാവധിയുള്ളൂ. സത്യം എന്തായാലും ജയിക്കും. എന്തായാലും ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. യെസ്, ഓക്കെ, ബൈ.